നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നവി പറഞ്ഞു, ആരൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ചോ ജീവിക്കുള്ളൂ, എന്നെ അനുസരിപ്പിക്കാനായിട്ട് ആരും വരണ്ടെന്ന് പറയണം. അപ്പോഴേക്കും നയന പറഞ്ഞു, ചേച്ചിയെ അനുസരിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയാന്ന് പറയണം. നയനയ്ക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വെല്ലു വിളിക്കുന്ന പോലെ നവി പറഞ്ഞേ. അപ്പോഴേക്കും ദേവേനി മോളെ എന്ന് വിളിക്കുവാണ് നയനെ നോക്കിയിട്ട്. പിന്നെ കണ്ണുകൊണ്ട് കാണിച്ചു, ഒന്നും പറയില്ലെന്ന് കണ്ണുകൊണ്ട് കാണിക്കുവാണ്. ആ സമയത്ത് നവി പറഞ്ഞു, പറയടി, നീ എന്താ നിർത്തിക്കളഞ്ഞേ? നിനക്ക് പറയാനുള്ളതൊക്കെ പറ. എന്റെ അഭി കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീ പറ. നീ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാം. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് നല്ല ദേഷ്യമായി. പിന്നീട് നവ്യ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ എന്റെ അഭി എല്ലാരും കൂടെ ചേർന്ന് കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഞാൻ വെറുതെ ഇരിക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം അഭി ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യണമെന്നറിയില്ലാതെ. അപ്പോഴേക്കും മുത്തശ്ശൻ ചെന്നിട്ട് അവന്റെ കർണം തീർത്തൊന്ന് പൊട്ടിച്ചു. എടാ, ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്നോട്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കണം. അപ്പൊ ഈ കവിളിൽ ഇങ്ങനെ തടവി. അപ്പോഴേക്കും മുത്തശ്ശൻ അവരെ കോളറിന് പിടിച്ചിട്ട് കറക്കെടുത്ത് ആ സെറ്റിയിലേക്ക് ഒറ്റയേറായിരുന്നു. അവനവിടെ പോയി കിടന്നു. പിന്നീട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. കാരണം സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു അബിയുടെ ഈ കാര്യങ്ങളൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ആകെപ്പാടെ വിഷമിച്ച് മുറിയിലിരിക്കുകയാണ്. മുത്തശ്ശി അങ്ങോട്ട് വന്നു. മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, എന്ത് പറയാനാ, നമ്മൾ മനസ്സിൽ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. എന്റെയൊക്കെ ചെറുപ്രായത്തില് ഞാൻ എൻ്റെ കാരണന്മാരെയൊക്കെ നല്ല വിധം തന്നെയാണ് നോക്കിയത്. അപ്പൊ എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു, ഞാൻ പ്രായമായി കഴിയുമ്പം എനിക്കും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന്. പക്ഷെ തലമുറ മാറിക്കൊണ്ടിരിക്കുമല്ലേ, അതിൻ്റെതായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് അന്ന് അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ രക്ഷപ്പെടേണ്ടി ഇരുന്നില്ലെന്ന്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇഷ്ടമുള്ള വസ്ത്രവും കാര്യങ്ങളൊക്കെ ധരിക്കുകയും ചെയ്യാം. പക്ഷെ അതല്ല, ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെക്കാളും ഏറ്റവും വികൃതമായിട്ട് പെൺകുട്ടികൾ വേഷം ധരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കാണണ്ടാത്ത, പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കാൻ പാടില്ലാത്ത പലതും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അതൊക്കെ കാണിച്ചോണ്ടാ നടക്കണേ. അതാണ് ഇന്നത്തെ തലമുറയുടെ വ്യത്യാസം. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാലോ വസ്തുരെ, ഇത്രയും കാലം ഞാൻ ഉണ്ടായിക്കൊണ്ടുവന്ന സൽപ്പേരും കൃത്യമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. അതിനേക്കാളുപരി ഇപ്പോൾ ഓർക്കുക, മരിച്ചാൽ മതിയായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇനിയുള്ള കാലത്തോടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അല്ല, പ്രായം ചെന്നാൽ പിന്നെ നേരത്തെ തന്നെ മരിച്ചോണം. ഇങ്ങനെ നമ്മൾ ഇരിക്കാൻ പാടില്ല. ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് മക്കൾക്കൊക്കെ പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. അവർക്ക് നമ്മളൊരു ബാധ്യതയായിട്ട് മാറും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ നടക്കണേന്ന് പറയാണ്. മുത്തശ്ശിക്കും ഭയങ്കര വിഷമമായി. കാരണം ഇപ്പം മുത്തശ്ശന് പോലും ആരും പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം നബി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണല്ലോ സംസാരിച്ചത്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും മുത്തശ്ശനുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് അത് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നബിയുടെ സ്വഭാവം അവർക്കറിയാം. എന്നാലും എല്ലാം കേട്ട് കഴിയുമ്പോൾ മനസ്സിനൊരു ബുദ്ധിമുട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയും നവീനും കൂടെ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുകയാണ്. ആ സമയം അനി പറഞ്ഞു, അല്ല, ബീച്ചിലേക്ക് വരാനല്ലേ നീ പറഞ്ഞിരുന്നേ? അതെ, പിന്നെ ഞാൻ പെട്ടെന്ന് പ്ലാൻ മാറ്റി. ഇവിടെ ആകുമ്പോൾ ഓരോ കോഫിയെ കുടിച്ച് നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറയണം. നിനക്ക് എന്താ വേണ്ടേ? എനിക്കൊരു ജ്യൂസ് മതി എന്ന് അനി പറഞ്ഞു. അങ്ങനെ അവർ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. ഈ സമയം അനി ചോദിച്ചു, എന്താടാ എന്നോട് എന്തോ സംസാരിക്കണ്ടെന്ന് പറഞ്ഞേ? അല്ല, എന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ കുറിച്ച് നീ കുറെ കാലമായിട്ട് ചോദിക്കുന്നില്ലേ? അതെ, ഇതുവരെയായിട്ട് നീ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ആരടാ, സത്യം പറ എന്ന് പറയണ. അതൊക്കെ പറയാം, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. കാരണം എന്റെ വീട്ടിൽ എന്റെ അമ്മയ്ക്ക് വക്കീലന്മാരെയും പോലീസ് ഓഫീസർമാരെയും ഇഷ്ടമില്ലെന്നുള്ള കാര്യം അറിയാലോ. ഓ, അപ്പൊ ഒരു കാര്യം ഉറപ്പായി. ഏതോ പോലീസോ വക്കീലോ ആരാ അങ്ങനെ എന്തോ ആണ്. അതെ, ഒരു പോലീസുകാരിയാ. ആ, അങ്ങനെ ഒരു കാര്യം ചെയ്യാം. പോലീസുകാരിയാണെങ്കിൽ നമുക്ക് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ തിരക്കാം. കാരണം നന്ദുവിനോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം. നീ ഏത് പോലീസുകാരി, എവിടുത്തെ എങ്ങനെയാന്നൊക്കെ അവരുടെ സാഹചര്യം കാര്യങ്ങളൊക്കെ നമുക്ക് നന്ദുവിനെ വിട്ട് അന്വേഷിപ്പിക്കാന്ന് പറയണ. അത് കേട്ടതും നവീൻ പറഞ്ഞു, വരട്ടെ, ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്ക് എന്ന് പറഞ്ഞു. എന്താടാ? അല്ല, നീ അവളോട് ഇഷ്ടമാണ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ലെന്ന് പറയണം. സംസാരിക്കാനായിട്ട് അവസരം ഉണ്ടായിട്ടില്ല. ആദ്യം ആ പെൺകുട്ടിയുടെ മനസ്സറിയണം. ആ, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. എടാ, ഇതൊന്നും പെൺകുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാതെയാണോ നീ വീട്ടുകാരോട് പറയാൻ പോകുന്നേ? എടാ, അത് ആ പെൺകുട്ടിയുടെ സമ്മതമാണെങ്കിൽ മാത്രം നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ പറയാതിരുന്നേ. ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, അതെന്തേലും ആട്ടെ. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഞാൻ പെൺകുട്ടിയെ പേരൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നീ അവളോട് സംസാരിക്കണം എന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു.
നീ പെൺകുട്ടി ആരാ എന്താന്നൊക്കെ പറ. എടാ നിനക്ക് അറിയാവുന്ന കുട്ടിയാ. എനിക്കറിയാവുന്ന കുട്ടിയോ? അതേതാടാ അങ്ങനെ ഒരു കുട്ടി? അപ്പോഴേക്കും അവൻ പറഞ്ഞു, എടാ നന്ദു നിന്റെ ബൈക്കിന്റെ പിന്നാലെയൊക്കെ പലപ്പോഴും കയറി വരാറില്ലേന്ന് ചോദിച്ചു. ഉണ്ട്, നന്ദു എന്റെ ബൈക്കിന് പിന്നാലെ പലപ്പോഴും കയറി വരാറുണ്ട്. അവളെ ഞാൻ കൊണ്ടാവാറുമുണ്ട്. അതെ, അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിൽ ചില വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയണ. എടാ അവളെന്റെ ബൈക്കിന് പിന്നിലെ കയറി വരുമ്പോൾ നിനക്ക് എന്തിനാടാ വേദന? അവള് ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടല്ലേ കാണുന്നേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നവീൻ പറഞ്ഞു, അല്ല അത് പിന്നെ നിനക്കറിയാലോ, ഒരു തവണ ഇങ്ങനെ നിന്റെ ബൈക്കിന് പിന്നാലെ കയറി വന്നു പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ പിടിച്ചിട്ട് ചോദ്യം ചെയ്തില്ലേ, എന്തിനാടാ അവളെ ബൈക്കിന്റെ പിന്നിൽ വെച്ച് പോകുന്നതെന്നൊക്കെ. സ്നേഹിക്കുന്ന പെൺകുട്ടി മറ്റൊരാളുടെ ബൈക്കിന് പിന്നെ കയറി പോകുന്ന കാണുമ്പോൾ ആർക്കും സഹിക്കില്ല, അതുകൊണ്ടാ. അത് കേട്ടപ്പോ അനി പറഞ്ഞു, അത് കൊള്ളാലോ എന്ന് പറയണ. ഇത് കേട്ടതും നവീൻ പറഞ്ഞു, അതൊക്കെ നിനക്ക് ഇപ്പൊ പറയാം, പക്ഷേ എങ്കിൽ നമുക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും. അതൊക്കെ പോട്ടെ, നീ പെൺകുട്ടിയാണെന്ന് പറ. ഇത്രയായിട്ട് നിനക്കത് മനസ്സിലായില്ലടാ. ഞാൻ പറഞ്ഞ പോലീസുകാരെ കുറിച്ച്, ഓ നീ ചിലപ്പോ പിടിക്കുന്ന വല്ല ഡിവൈഎസ്പിയോ അങ്ങനെ വലിയ ഉയർന്ന റാങ്കിലുള്ള പെൺകുട്ടിയൊക്കെ ആയിരിക്കും. എടാ അതൊന്നുമല്ല, എന്റെ മനസ്സിൽ വനിതാ എസ് ഐ ഉള്ളേന്ന് പറഞ്ഞു. വനിതാ എസ് ഐയോ? അതെ, അത് നന്ദുവാന്ന് പറയണോ. ഒരു നിമിഷം അനി ഞെട്ടിപ്പോയി. എന്താണ് നീ പറഞ്ഞേ? നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? നീ ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഇങ്ങനെ പ്രതീക്ഷിച്ചായിരുന്നോ ഞാൻ ഈ പേരാ പറയാൻ പോന്നെന്ന്? ഒരിക്കലും ഇല്ലല്ലോ. അതിൻ്റെതായ ഒരു ഞെട്ടല് നിന്റെ മുഖത്ത് കാണുന്നുണ്ട്. പക്ഷെ അനിയുടെ മുഖത്തെ ഞെട്ടലിന്റെ കാരണം നവീൻ അറിയില്ല എന്തുകൊണ്ടാന്ന്. താനും അവളും തമ്മിൽ ഇഷ്ടത്തിലാന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. പിന്നീട് നവീൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായോ? അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവളെ ഞാൻ ആ ബീച്ചിന്റെ അരിയിൽ നിന്ന് ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി. അവൾക്ക് ഞാൻ ഫ്രണ്ട് മാത്രമാ. അവൾ ആ രീതിയിലാണ് എന്നോടൊപ്പം വന്നേ. പക്ഷെ ഞാൻ ആ യാത്ര ശരിക്കും ആ ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടി എന്റെ ബൈക്കിന് പിന്നിൽ കയറി കഴിഞ്ഞപ്പം ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്നറിയാവും. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അനി ഒരു നിമിഷം ഇങ്ങനെ നിശബ്ദനായിട്ടിരിക്കുകയാണ്. എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? അല്ല അത് പിന്നെ നീ നന്ദുവിനോട് ഇതൊക്കെ പറഞ്ഞോ? എടാ പറഞ്ഞില്ല. നീ വേണോ ഇത് പറയാനായിട്ട്? ഞാനോ? ഞാൻ എങ്ങനെയാ ചെന്ന് പറയുന്നേ? എടാ നീ അല്ലേ പറഞ്ഞേ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേര് പറയുകയാണെങ്കിൽ അവൾ ആരാന്ന് അറിയുവാണെങ്കിൽ അവരോട് സംസാരിക്കാന്ന്. അപ്പൊ നീ തന്നെ പോയി പറയണം. എടാ അത് പിന്നെ ഒരു സത്യം ഉണ്ടെന്ന് പറയണേ. എന്താ അത്? ഞാൻ അങ്ങനെ ചെന്ന് എങ്ങനെയാ അവളോട് പറയുന്നത്? അവൾ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ കല്യാണം വേണ്ടെന്ന് പറയുന്ന ഒരാളോട് ഞാൻ പോയി ഇതൊക്കെ പറയുന്നത് എങ്ങനെയാ? എടാ അത് പെട്ടെന്നൊന്നും പറയണ്ട, 1-2 ദിവസത്തിൽ പറഞ്ഞാൽ മതി. കല്യാണം വേണ്ടെന്ന് പറഞ്ഞാലും വീട്ടുകാരെയൊക്കെ അറിഞ്ഞ് എല്ലാം സെറ്റായി കഴിയുമ്പോൾ അവൾ എന്താണെങ്കിലും നിർബന്ധമാവും വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനും അവളും കൂടെ നല്ല ജോഡിയാടാ. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ചേരുകയും ചെയ്യും. ഇത് കേട്ടപ്പം അന്വേഷിച്ചു, നിന്റെ വീട്ടുകാർ സമ്മതിക്കുവോ? അമ്മയെ സമ്മതിക്കാൻ വഴി കുറവാണ്. പക്ഷെ അമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം നിനക്കറിയാലോ, നന്ദുവിന്റെ അമ്മ നേരത്തെ വലിയ കുടുംബത്തിലേക്ക് പെൺമക്കളെ കെട്ടിച്ചുവിടാൻ ആഗ്രഹിച്ചിരുന്ന. അപ്പൊ അതൊക്കെ എൻ്റെ അമ്മയ്ക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കൊരു ദേഷ്യമുണ്ട് കനകാന്റിയോട്. ഈ ബന്ധം ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സമ്മതിക്കത്തില്ല. പിന്നെ നിന്റെ വീട്ടിലൊക്കെ നീ സംസാരിച്ച് എങ്ങനെ എഴുതുന്നത് സെറ്റ് ചെയ്തതാടാ. എനിക്ക് അവളെ അത്ര ഇഷ്ടമായതുകൊണ്ടാ. എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ വല്ല നന്ദുവിനെ അറിയാം. പക്ഷെ അന്നൊന്നും ഇത്ര ആരാധനയും കാര്യങ്ങളും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അവളെ എനിക്ക് ജീവനടാ. ഞാൻ അത്ര അധികം അവളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോടെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അനി ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? തന്നോട് തന്നെ ഇവന് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞല്ലോ. താൻ്റെ നന്ദുവിനോട് എങ്ങനെ പറയും? ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ബന്ധമാണത്. കാരണം തൻ്റെ മനസ്സിൽ അവളല്ലേ, അവളെ താൻ സ്വന്തമായിട്ട് അല്ല അവളെ തന്നെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കാര്യം കൂടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പം ഇതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിക്ക് അറിയുമ്പോൾ എന്താവും എന്തോ. എനിക്ക് ആകെപ്പാടെ ഒരു ടെൻഷനും വെപ്രാളവും ഒക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദു ചെക്കിങ് നടത്തുവാണ്. അപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ വന്നു. അവനെ അങ്ങനെ വിളിച്ച് ചോദ്യം ചെയ്യണം. എടാ ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടാ വണ്ടിക്ക്? ഉണ്ട് മടന്ന് പറയണം. അല്ല നിന്റെ ലൈസൻസ് എന്തെന്ന് ചോദിച്ചു. ലൈസൻസ് എടുത്തിട്ടില്ല എന്ന് പറയണം. ഓഹോ, എന്നിട്ടാണോ ഇത്ര സമയം നിന്ന് വാചകം അടിച്ചോണ്ടിരുന്നേ? ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചോണ്ട് ഇറങ്ങാൻ പാടില്ല നിനക്ക് അറിയാമല്ലേ? അയ്യോ ലൈസൻസ് ഒക്കെ ഉള്ളതാ, പിന്നെയോ അത് എടുക്കാൻ മറന്നു പോയതാന്ന് പറഞ്ഞു. ഓഹോ അങ്ങനെയാണല്ലേ. ഇത് പോകുന്ന സമയത്ത് കൊണ്ടുനടക്കണം എന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ലേ? ഫോണിനകത്തോണ്ട് മാഡം അങ്ങനെ പറഞ്ഞിട്ട് ഫോണിനകത്ത് ലൈസൻസ് എടുത്ത് കാണിക്കണം. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഇനി എപ്പോഴും ലൈസൻസ് കൈ കരുതണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് വിട്ടു. അപ്പോഴേക്കുമാണ് അനി അങ്ങോട്ടേക്ക് വരുന്നേ. വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ഇങ്ങനെ അനിയുടെ അടുത്തേക്ക് നിന്നു. ആഹാ ഇതെന്താ, ഇതെവിടെ പോയിട്ട് വരുവാ ഈ സമയത്തെന്നൊക്കെ ചോദിക്കണം. അനിയെന്ന് നോക്കി ചിരിച്ചു. പിന്നീട് അനിയോട് ചേട്ടാ നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നന്ദി ചോദിച്ചു. അത് കേട്ടതും അനി പറഞ്ഞേ, മദ്യപിച്ചിട്ടൊന്നുമില്ല, മദ്യപിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് പറ്റിയില്ല, അതിൻ്റെ സാഹചര്യം കിട്ടിയില്ല, കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്
അനി അങ്ങോട്ട് പോവാണ്. ഇവരിത് എന്ത് പറ്റി? എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ നന്ദുവിന് തോന്നുവാണ്. എന്താണെന്ന് അറിയത്തില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. അതാ ഇപ്പൊ അത് അന്വേഷിക്കാൻ പോകാനുള്ള സമയമല്ല. ആ സമയത്ത് കോൺസ്റ്റബിൾ ഒന്ന് ചോദിച്ചിട്ട്, മാഡം കഴിയാറായെന്ന് ചോദിക്കുക. എവിടെ കഴിയാനായിട്ട്? CM വരുന്നോണ്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ ശക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അവിടെ നിൽക്കാനൊക്കെ പറയണം. അങ്ങനെ വീണ്ടും നന്ദു ചെക്കിംഗ് ഒക്കെ തുടരുവാണ്. ആ സമയം നയന അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലാണ്. അപ്പോഴേക്കും ദേവേനി വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ മോളെ, ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചാണല്ലോ, കറികളൊക്കെ തയ്യാറാക്കിയതാണല്ലോ എന്ന് പറയണ. അതെ, ഇതാ ആദർശന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ആദർശന് ഇഷ്ടപ്പെട്ട കറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു. ആ അത് കൊള്ളാലോ. അല്ലെ ഇതെന്താ മോൾ ഇന്ന് സ്പെഷ്യല്? അത് ആദർശേട്ടൻ നാളെ പോവല്ലേ? ഓ അതുകൊണ്ടല്ലേ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, നേരത്തെ ആയിരുന്നെങ്കിൽ ആദർശൻ നിന്നെ മോളെ കണ്ടെടുത്ത കാണത്തില്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആദർശ പണ്ടേ പോയനു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നിന്നെന്ന് വെച്ചാൽ അവന് ഭയങ്കര ജീവനാ. മോളെ ഇട്ടിട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ അവന് നല്ല വിഷമമുണ്ടെന്ന് തോന്നേ. ദേവേനി പറഞ്ഞു, അത് ശരിയാ. അവന് നല്ല സങ്കടമുണ്ട് പോകുന്ന കാര്യത്തിൽ. പോരാത്തിന് മോള് പ്രഗ്നന്റും കൂടെ ആയിട്ടിരിക്കുകയല്ലേ. അപ്പോഴേക്കും നയനയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ദേവേനി പറഞ്ഞു, മോളെ ഇതൊക്കെ ഞാൻ ചെയ്തോളാം, ഇളയ്ക്കോളാം. മോളൊരു കാര്യം ചെയ്യാം, അവനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയണം. അങ്ങനെ നയന മുറിയിലേക്ക് പോവാണ്. ഈ സമയം അനിയുടെ ഫോണിലേക്ക് നന്ദു വിളിച്ചു. നന്ദു വിളിച്ചിട്ട് ചോദിച്ചു, എടാ നിനക്കിത് എന്ത് പറ്റി? ഞാൻ ഇന്ന് വൈകുന്നേരം കണ്ടപ്പോൾ മുതൽ നീ ആകെപ്പാടെ വിഷമത്തിലായിരുന്നല്ലോ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് പിന്നെ ഓരോ ജോലിയുടെ ടെൻഷനും കാര്യങ്ങളൊക്കെയാ. അതുകൊണ്ട്. ഓ അതായിരുന്നോ? എടാ നവീനേട്ടൻ നിന്നെ വിളിക്കോ മറ്റോ ചെയ്തോ? അതെന്താ അങ്ങനെ ചോദിച്ചാ? അല്ല നവീനേട്ടന്റെ മനസ്സിൽ ഏതൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ പെൺകുട്ടി ആരാ എന്താന്നൊക്കെ വല്ല അറിഞ്ഞോ? അത് കേട്ടപ്പോ അനി പറഞ്ഞു, ഇല്ല. എടാ നീ നല്ല ഫ്രണ്ടല്ലേ, അങ്ങനെയാണ് നീ നവീനേട്ടനോട് ചോദിക്കുക കാര്യങ്ങളൊക്കെ. പെൺകുട്ടി ആരാ എന്താന്നൊക്കെ അങ്ങനെ അറിയുവാണ്. നമുക്ക് ആ കല്യാണം അങ്ങ് നടത്തി കൊടുക്കാന്ന് പറയണം. എടി അത് പിന്നെ ഞാൻ എങ്ങനെയാ? ഞാൻ ചോദിച്ചിട്ട് നവീനേട്ടനൊന്നും പറയുന്നില്ല. നിന്നോട് എന്താളും മനസ്സ് തുറക്കും. നീ കാര്യങ്ങളൊക്കെ പറയണം, അല്ലാതെ വെറുതെ എങ്ങനെയാ ശരിയാവുന്നേ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായിപ്പോയി എനിക്ക്. നവീന്റെ മനസ്സിലുള്ളത് ഇവളാന്നുള്ള കാര്യം എങ്ങനെ പറയുന്ന അവളോട്? നിന്റെ ജീവിതത്തിൽ അനാമിക ഒഴിഞ്ഞു പോകാൻ കാരണം നവീനേട്ടനാ. ആ ഒരു ചിന്ത നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം, അറിയാലോ. അതുകൊണ്ട് നവീനേട്ടൻ സഹായിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നീ പറയുന്നേ ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ആ പെൺകുട്ടിയായിട്ട് ഒന്നാവാനായിട്ട് അവനെ സഹായിക്കണം എന്നാണ്? അതെ, അതിനെന്താ? അതന്നെ ഞാനും പറയണേ. അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. ആകെപ്പാടെ കൺഫ്യൂഷനായിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ കോള് കട്ട് ചെയ്ത് ഇനിയിപ്പോൾ അനിയോർത്തു, ദൈവമേ നന്ദു ആന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിനും പോയി സഹിക്കാൻ പറ്റില്ല. അവൾക്കും കൺഫ്യൂഷൻ ആയിരിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് അനി ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.